ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ നല്ല രീതിയിൽ പുതുപ്പള്ളി പ്രതികരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ ചുമ്മാ പറഞ്ഞത്. SIR ഒരു സംശയവും വേണ്ട. ഞാൻ ഇന്നും എൻ്റെ നിലപാട് കൃത്യമായിട്ടിരിക്കുകയാണ്. 10,000 വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. 10,000 പേരത്തോളം ഈ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ്റെ രീതികളും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം സ്ഥാനാർത്ഥികളെ കൂടെ അറിയിച്ച് സ്ഥാനാർത്ഥികളോട് കോൺഫിഡൻസ് വെച്ചിട്ട് എടുത്തിട്ട് മാത്രമേ നടത്താവുള്ളൂ എന്നെൻ്റെ ഒപ്പീനിയനാണ്. അത് കഴിഞ്ഞതിന് എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ സമയത്ത് ഞാനത് വേറെ തരത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ബൂത്തിൻ്റെ നീളം, മിനിറ്റുകളാണ് ആൾക്കാരെടുക്കുന്നത് ഒരു വോട്ട് ചെയ്യാൻ. പിന്നെന്താ ഇതിൻ്റെ ഗുണം? ആൾക്കാർ ക്യൂവിൽ നിൽക്കുക. ഈ പ്രാവശ്യം അത് കണ്ടു. ഇപ്രാവശ്യം ബൂത്ത് വിഭജിച്ചു, പക്ഷെ അപ്പോഴും ചില വലിയ ബൂത്തുകളിൽ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ക്രമീകരണം ഇച്ചുകൂടെ ഒന്ന് സിമ്പിളാക്കാൻ, അതിനുശേഷമുള്ള പ്രൊസീജിയേഴ്സ് സിമ്പിളാക്കുവാൻ സാധിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. UDFൻ്റെ മന്ത്രിസഭ വരും. UDFൻ്റെ നേതൃത്വം തീരുമാനിക്കുന്ന മന്ത്രിമാരും അതിനകത്ത് കാണും. അപ്പം ആ സമയമാകുമ്പോൾ പാർട്ടിയും നേതൃത്വം തീരുമാനിക്കും. ഞാൻ പറയും, എൻ്റെ പിതാവിനോടും കൂടെ സ്നേഹം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിട്ട്, ഉത്തരവാദിത്വമാകുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ എല്ലാ ആൾക്കാരും, ഞാൻ പറഞ്ഞില്ല, പുതുപ്പള്ളി എന്നുള്ള വികാരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിയുടെ മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ UDF LDF തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവർ കണ്ടു. 10 വർഷത്തെ LDF ഭരണം കണ്ടു, 5 വർഷത്തെ UDF ഭരണം കണ്ടു. അവിടെ ഒരു വര അവർ വരച്ചു ഇല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ റെസ്പോൺസും അന്നത്തെ മുഖ്യമന്ത്രിയുടെ റെസ്പോൺസും ജനം കണ്ടു. ഓരോ കാര്യങ്ങളിലും ആ വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്കൂൾ നന്നാക്കിയതാണ് CPMൻ്റെ അവകാശവാദം. അത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ജനങ്ങൾ തിരസ്കരിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പുതുപ്പള്ളി സ്കൂൾ നടത്താൻ കാണിച്ച ആർജവം എന്തുകൊണ്ട് ബാക്കിയുള്ള വലിയ വികസന പദ്ധതികൾ എത്ര ലാഗിച്ചു? വിഴിഞ്ഞം പോർട്ട് തീരേണ്ടത് 2019 സമയത്താണ്. 1000 ദിവസത്തെ കൗണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ലാഗിച്ചതാരാ? സമയം കളഞ്ഞതാരാ? കൊച്ചി മെട്രോ ഉദ്ഘാടനം മാത്രമേ നടത്തിയുള്ളൂ. ഇപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക്, നാളെ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്തെയോ കോഴിക്കോട്ടെയോ ഉദ്ഘാടനം നടത്താൻ പറ്റുമോ മെട്രോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ 3-ാം മാസം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രിക്ക് സാധിക്കും 3 മാസത്തിനുള്ളിൽ ഈ ഏതെങ്കിലും മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ? അപ്പോൾ ഒരു വികസന പദ്ധതി പോലും കേരളത്തിൽ നടപ്പിലാക്കാത്തതിൻ്റെ പ്രതിഷേധമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചൊരു സർക്കാർ, അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുത്തൊരു സർക്കാർ, കൊള്ളയടിച്ചില്ലെന്ന് വെച്ചു, അനുവാദം കൊടുത്തൊരു സർക്കാർ, ആ സർക്കാരിനെതിരെ ജനം വോട്ട് ചെയ്യാതിരിക്കുമോ? ഇവിടുത്തെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ പുതുപ്പള്ളി പള്ളിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലോ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അവിടുത്തെ ജനം എങ്ങനെ പ്രതികരിക്കും? അതുപോലെ അയ്യപ്പൻ കേരളത്തിന് മുഴുവനാണ്. അപ്പം ആ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അല്ല, അത് എല്ലാം കാണുന്നുണ്ട്, ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒരാവശ്യമില്ലാത്തൊരു വേട്ടയാടലാണ് ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണത്തിരുന്നപ്പോഴും നടത്തിയത്. അതിന് ജനം കൊടുത്തത്, ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കല്ലറ ഞാൻ കെട്ടാൻ പോകുന്നത്. 2.5 വർഷം ഞാൻ കല്ലറ കെട്ടാതെ കാത്തിരിക്കുകയായിരുന്നു. UDFൻ്റെ മുഖ്യമന്ത്രി അധികാരം വയ്ക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കല്ലറ കെട്ടാൻ പോകുക. ചർച്ച നടക്കുന്നത് നിങ്ങളുടെ ഇടയിലാണ്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ചർച്ച തുടങ്ങും. അടുത്ത മുഖ്യമന്ത്രിയാണ്, ഇനി അടുത്ത ആളെ പോയി കാണുമ്പോൾ ഈ ചോദ്യം ചോദിക്കൂ. നിങ്ങളുടെ ഇടയിലാണ് ഈ ചർച്ച നിർത്തേണ്ടത്. ആ നിങ്ങൾ ചർച്ച നിർത്തുമ്പം ഈ ചർച്ച ഓട്ടോമാറ്റിക്കായിട്ട്, ഞാനിതിനെക്കുറിച്ച് വല്ലതും മിണ്ടിയോ? അപ്പം നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുന്നു. ഇവിടുന്ന് ഇറങ്ങി തിരുവഞ്ചൂർ സാറിന് ചെന്നിട്ട് അടുത്ത ചോദ്യം അവിടെ ചോദിക്കും. എന്നിട്ട് പറയും ഞങ്ങൾ രണ്ട് ഒപ്പീനിയൻ പറയുന്നത് പറയും ഇല്ലേ? അതുകൊണ്ട് ഞാൻ പറയാം, ഈ മാധ്യമങ്ങളുടെ ഈ മുഖ്യമന്ത്രി ചർച്ച നിർത്തിയാൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ അംഗങ്ങൾ, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ എന്ത് സംസാരിക്കുമെന്ന് ഞാൻ പുറത്തു പറയൂ? എന്ന് ഞാൻ പുറത്തു പറയുമോ? എന്ത് ഞാൻ പറയുന്നു എന്നുള്ളത് ഞാനും എൻ്റെ പാർട്ടിയും തമ്മിലുള്ള കാര്യമാണ്. ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ആയിട്ടില്ല. ഞാൻ കേട്ടില്ല. ഞാനിപ്പോഴാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു കാര്യം തന്നെ. അല്ല, അതൊന്നും എന്താണ് സാഹചര്യം, ഇടതുപക്ഷത്തെ ആരാണ് ചെയ്തതെന്ന് നോക്കേണ്ടി വരും. അതൊക്കെ അത് തീർച്ചയായിട്ടും. ഇന്നലെ പിഷാരടിക്ക് നേരെ കല്ലെറിഞ്ഞില്ലേ? ഇന്നലെ പിഷാരടി ജയിച്ചു വരുന്ന പിഷാരടിയെ കല്ലെറിയാനുള്ള ആർജവത്വം കാണിക്കുന്നവർ KC വേണുഗോപാലിൻ്റെ മുഖം കണ്ടാൽ കരിപോലും അയക്കത്തില്ല എന്ന് ആര് പറഞ്ഞു? കാരണം ഇന്ന് തോൽവിയുടെ പടുകൂടി നിൽക്കുക. ആരോടെങ്കിലും പ്രശ്നം തീർക്കണ്ടേ? തിരിച്ചു നോക്കാം. ഇങ്ങനെ നിങ്ങൾ ഓരോ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. ഇത് ഇടതുപക്ഷം തന്നെ ചെയ്തിരിക്കുക. അത് സംശയം. പിഷാരടിയെ കല്ലെറിയാവുന്നവർക്ക് KC വേണുഗോപാലിനെ കരിപോലും.
എനിക്കറിയില്ല, ഞാനത് കാണാം. നിങ്ങളിങ്ങനെ ഓരോന്നും പറയും, ഞാൻ കാണാതെ എങ്ങനെ ഉത്തരം പറയാൻ പറ്റും? തൽക്കാലം ഇവിടെ ഉണ്ട്. അവിടെ അസംബ്ലി കൂടാണ്ട് സമയം അങ്ങോട്ട് പോകേണ്ടി വരത്തില്ലേ? അല്ലെങ്കിൽ ലീഡർഷിപ്പ് വിളിക്കുമ്പോൾ പോണ്ടി വന്നാൽ പോണ്ടി വരത്തില്ലേ? തൽക്കാലം ഇവിടെയാണ്. എന്ത് ചെയ്താലും മറുവശമാണ്.